മിനി താരലേലം അബുദാബിയിൽ പുരോഗമിക്കുകയാണ്. കോടികളുടെ കിലുക്കത്തിൽ ക്രിക്കറ്റ് താരങ്ങളെ വാങ്ങിക്കൂട്ടുകയാണ് ഫ്രാഞ്ചൈസികൾ. 25 കോടിയിലധികം ഓസ്ട്രേലിയക്കാരനായ കാമറൂൺ ഗ്രീനിനെ കൊൽക്കത്ത സ്വന്തമാക്കിയത്. 19ഉം 20ഉം വയസ്സുള്ള 2 ഇന്ത്യൻ താരങ്ങളെ ടീമിലെത്തിക്കാൻ ചെന്നൈ മുടക്കിയത് 28 കോടി രൂപയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാകും, ഏതൊക്കെ താരങ്ങൾ എത്ര രൂപയ്ക്കാണ് ടീമുകൾ സ്വന്തമാക്കിയത്. അതിനോടൊപ്പം മഹേഷ് പോലൂരും കൂടെ ഉണ്ട്. മഹേഷ്, വെൽക്കം ടു ഷോ. ഓക്കെ, നമുക്കിപ്പം ലേലം പുരോഗമിക്കുകയാണ്. അപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ 2 ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ പണം സ്വന്തമാക്കിയെന്നുള്ളൊരു റിപ്പോർട്ടുകളൊക്കെ കേൾക്കുന്നു. അതായത് 19ഉം 20ഉം വയസ്സുള്ളവർ കോടികളാണ് പ്രതിഫലം വാങ്ങുന്നത്. അപ്പോൾ കേട്ടപ്പോൾ നമ്മുടെയൊക്കെ കണ്ണ് തള്ളിപ്പോയി. ഓക്കെ, അവരാരൊക്കെയാണ് മൊത്തത്തിൽ ഒന്ന് പറയാമോ, എങ്ങനെയാണ്? ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളല്ല, പ്രായം കുറഞ്ഞ വൈഭവ് സൂര്യവംശിയാണ്. 13 വയസ്സുകാരനുണ്ട്. അത് നേരത്തെ കഴിഞ്ഞ സീസണിൽ തന്നെ രാജസ്ഥാന്റെ ഏറ്റവും മികച്ച പ്ലെയർ ആണല്ലോ. ഇപ്പോൾ നമ്മളെ ഞെട്ടിച്ച ഒരു പിക്ക് എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പിക്ക് തന്നെയാണ്. 2 താരങ്ങൾ. ആ 2 താരങ്ങളുടെ ഒരാളുടെ കാർത്തിക് ശർമ്മയുടെ പ്രായം 19 വയസ്സാണ്. മറ്റൊന്ന് പ്രശാന്ത് വീറാണ്. പ്രശാന്ത് വീറിന്റെ വയസ്സ് 20 വയസ്സാണ്. 14 കോടി 20 ലക്ഷം രൂപ വീതം 2 പേരും നേടി. 2 പേർക്കും വേണ്ടി ചെന്നൈ മുടക്കിയത് 28 കോടി 40 ലക്ഷമാണ്. അപ്പൊ അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ 2 താരങ്ങളെ എല്ലാ ടീമുകളും നോട്ടം വിട്ടിരുന്നു. കാർത്തിക് വിക്കറ്റ് കീപ്പറാണ്, രാജസ്ഥാനിൽ നിന്നുള്ള വിക്കറ്റ് കീപ്പറാണ്. സിക്സർ അടിക്കുകയാണ് പ്രധാന ഹോബി. അതായത് ഏറ്റവും കഴിഞ്ഞ ഈ സീസണിൽ ചെന്നൈക്കൊപ്പം അവരുടെ അക്കാഡമിയിൽ ചേർന്ന് ട്രയൽസിൽ ചേർന്ന് 11 കളി കളിച്ചിട്ട് 335 റൺസ് എടുത്തു. അതിൽ ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ചത് കാർത്തിക് ആയിരുന്നു. അപ്പോൾ ചെന്നൈക്ക് രവീന്ദ്ര ജഡേജ പോയൊരു ക്ഷീണമൊക്കെ ഉണ്ട്. ആ സ്ലോട്ടിലേക്കും മധ്യനിരയിൽ വളരെ ഹാർഡ് ഹിറ്ററാണ്. ഏത് ദിവസവും കളി ഗതി മാറ്റാൻ കെൽപ്പുള്ള ഒരു താരമാണ്. അതുകൊണ്ടാണ് കാർത്തികിനെ എടുത്തത്. പ്രശാന്ത് വീർ ആണെങ്കിൽ നന്നായി പന്തറിയും, നന്നായി ബാറ്റ് ചെയ്യും. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ളതാണ്. പക്ഷെ അത്ഭുതപ്പെടുത്തിയത് ക്വിന്റൻ ഡീകോക്കിനെ പോലുള്ള വലിയ താരങ്ങൾക്ക് മറ്റ് ടീമുകൾ 1 കോടി രൂപയ്ക്ക് അവരെ ടീമിലേക്ക് എടുക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്ത്യയിലെ യുവതാരങ്ങൾക്ക് ഇത്രയേറെ പണം ചെലവാക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലെ താരങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ ഇതുവരെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ഇപ്പോൾ IPL ലേലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരാശയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ഇന്ന് വിഘ്നേഷ് പുത്തൂരിനെ മാത്രമാണ് ഇതുവരെ. വിഘ്നേഷ് 30 ലക്ഷം രൂപ അടിസ്ഥാന വിലയിലാണ്. രാജസ്ഥാനാണ് വിഘ്നേഷിനെ എടുത്തത്. പക്ഷേ മറ്റു താരങ്ങൾ വന്നിരുന്നു, മലയാളി താരങ്ങൾ ഉണ്ടായിരുന്നു. അവരെയൊന്നും മറ്റു ടീമുകൾ എടുത്തില്ല എന്നുള്ളതാണ്. ഇപ്പം സൽമാൻ നിസാർ ആണെങ്കിലും ജിക്കു ബ്രൈറ്റ് ആണെന്നുണ്ടെങ്കിലും KM ആസിഫ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഇന്ന് അൺസോൾഡ് ആണ് ഇതുവരെ. ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും മാറി മറിയേണ്ടതുണ്ട്. എന്തായാലും ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ആരൊക്കെയാണ് ആ താരങ്ങൾ എന്നുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാൻ തോന്നുന്നു. അജി, നമുക്ക് ഈ സ്ക്രീനിൽ ഗ്രാഫിക്സിലൂടെ ആദ്യം കാമറൂൺ ഗ്രീൻ ആണ്. കാമറൂൺ ഗ്രീനിനെ KKR സ്വന്തമാക്കിയിരിക്കുന്നത്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് 25 കോടിക്കാണ്. 25.2 കോടി രൂപയ്ക്കാണ് KKR കാമറൂൺ ഗ്രീനെ സ്വന്തമാക്കിയത്. മറ്റൊരു താരം എന്ന് പറയുന്നത് മദീഷ പതിരാനയാണ്. KKR തന്നെയാണ് കേട്ടോ. ഒരുപാട് പണം ഉണ്ടായിരുന്നു, 64 കോടി ഉണ്ടായിരുന്നു കൊൽക്കത്തയുടെ കയ്യിൽ. അപ്പോൾ മദീഷ പതിരാന ശ്രീലങ്കയുടെ പേസർ, അദ്ദേഹത്തെ 18 കോടി സ്വന്തമാക്കുക, 18 കോടി രൂപയ്ക്ക് സ്വന്തമാക്കുകയാണ്. പ്രശാന്ത് വീർ നമ്മൾ നേരത്തെ പറഞ്ഞു, CSK 14.2 കോടിക്ക് പ്രശാന്ത് വീറിനെ. CSK വിളിച്ചതിൽ ഏറ്റവും കൂടുതൽ പ്രശാന്ത് വീറും ഒപ്പം തന്നെ കാർത്തിക് ശർമ്മയാണ്. കാർത്തിക് ശർമ്മ ആയിരിക്കും ഒരു പക്ഷെ അടുത്ത ടാബിളിൽ വരുന്നത്. കാർത്തിക് ശർമ്മയുടെ കണക്കാവാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാർത്തിക് നോക്കൂ, കാർത്തിക് വളരെ മികച്ച ഒരു വിക്കറ്റ് കീപ്പറാണ്. അപ്പൊ സഞ്ജു ഉണ്ട്. ഒരു പക്ഷേ സഞ്ജു വിക്കറ്റ് കീപ്പറായി നിൽക്കുകയാണെങ്കിൽ പോലും മധ്യനിരയിൽ ഒരു പക്ഷേ അടിച്ച് കളിക്കാൻ വേണ്ടി കാർത്തിക് ഇറങ്ങിയേക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നോക്കാം ഇനി മറ്റുള്ള താരങ്ങൾ കൂടി വളരെ പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ. അക്കീബ് ദാർ 8.4 കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസിലെത്തി. ഈ അക്കീബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബെസ്റ്റ് സെൻസേഷൻ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. അതായത് ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിൽ നിന്നാണ് അക്കീബ് ഇന്ത്യൻ ക്രിക്കറ്റിലോട്ട് വരുന്നത്. വളരെ അത്യുഗ്രൻ പേസ് ബോളറാണ്. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള, ആഭ്യന്തര ക്രിക്കറ്റിൽ ഒരു മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു താരമാണ്. 8 കോടി രൂപയ്ക്കാണ് അക്കീബിനെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റു താരങ്ങൾ രവി ബിഷ്ണോയ് മികച്ച സ്പിന്നറാണ്. ഇപ്പൊ വിദർഭയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നത്. 7.2 കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ രാജസ്ഥാൻ റോയൽസ് എത്തിക്കുന്നത്. അപ്പൊ മിന്നും താരങ്ങളാണ്. ഇനിയും നമുക്കൊന്ന്, എനിക്ക് തോന്നുന്നു 1-2 താരങ്ങൾ കൂടി നമുക്ക് കാണാം. വെങ്കടേഷ് അയ്യർ, ഈ പേര് നമ്മൾ പ്രത്യേകിച്ച് പറയണം. കാരണം കഴിഞ്ഞ തവണ വെങ്കടേഷ് അയ്യർക്ക് 25 കോടിയിലധികം രൂപ കൊടുത്തിട്ട് കൊൽക്കത്ത എടുക്കുന്നു. കൊൽക്കത്ത എടുത്തതിന് ശേഷം അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നു. വീണ്ടും ഇന്ന് കൊൽക്കത്ത അദ്ദേഹത്തെ എടുക്കാനൊരു ശ്രമം നടത്തി. പക്ഷെ RCB വിട്ടുകൊടുത്തില്ല. ബംഗളൂരുവിലാണ്. പക്ഷെ കഴിഞ്ഞ തവണത്തെ IPL മികച്ച ഫോം ആയിരുന്നു അദ്ദേഹം.
കഴിഞ്ഞതിന് മുന്നിലത്തെ അതെ. IPL-ൽ മികച്ച ഫോമിലായിരുന്നു. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നിറം മങ്ങി. അതോടുകൂടി തന്നെ നേരെ KKR അദ്ദേഹത്തെ റിലീസ് ചെയ്ത് 25 കോടി രൂപ അവരുടെ പോക്കറ്റിലാക്കി. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം 7 കോടി രൂപയ്ക്ക് RCB-യിലാണ് അദ്ദേഹം ഉള്ളത്. ക്വിന്റൺ ഡീകോക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുംബൈയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത. ക്വിന്റൺ ഡീകോക്ക് ഇത്തവണ ഉണ്ടാകില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ വീണ്ടും അദ്ദേഹത്തെ നമ്മൾ കാണുകയാണ് 1 കോടി രൂപയ്ക്ക് ബേസ് പ്രൈസിനാണ് ഇപ്പോൾ മുംബൈ എടുത്തത്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ അവിടെ ലേലം പുരോഗമിക്കുന്നുണ്ട്. 1-2 മലയാളി താരങ്ങളെ കൂടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മലയാളി താരങ്ങളിൽ ഇന്ന് എനിക്ക് തോന്നുന്നു വിഘ്നേഷ് പുത്തൂരിന്റെ കാർഡ് കൂടെ നമ്മൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഘ്നേഷ് പുത്തൂർ 30 ലക്ഷം രൂപയ്ക്ക് RR. അപ്പോൾ മുംബൈയിൽ നിന്ന് വിഘ്നേഷ് സഞ്ജു ഇല്ലാത്ത RR-ലേക്ക് പോകുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി. അപ്പം RR-നെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളി ഉണ്ടെങ്കിൽ ഒരു ധൈര്യമായിരിക്കും. അതുകൊണ്ടായിരിക്കും വിഘ്നേഷ് വിളിച്ചിട്ടുണ്ടാവുക. ചെന്നൈയുടെ ഇത്തവണത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവർ സ്വന്തമാക്കി. യെസ് ചെന്നൈ ഒരു ബാലൻസ്ഡ് ടീമാണ്. മാത്രമല്ല സഞ്ജു എത്തിയതിന്റെ ഒരു ഓളം അവിടെ കെട്ടടങ്ങിയിട്ടില്ലല്ലോ. അതിന് പിന്നാലെയാണ് ഇപ്പം ഒരുപിടി നല്ല താരങ്ങളെ കൊണ്ടുവരുന്നത്. ഒപ്പം തന്നെ ഇപ്പം യുവതാരങ്ങൾ, ഇന്ത്യയിൽ നിന്നുള്ള യുവതാരങ്ങളെ കൂടി പിക്ക് ചെയ്ത് അവരവരുടെ സ്ട്രോങ് ലൈനപ്പ് ഒന്ന് സ്ട്രോങ് ആക്കാണ്. മികച്ച ഒരു ടീം തന്നെയാണ് ചെന്നൈ നിലവിലുള്ള സാഹചര്യത്തിൽ. എല്ലാവരുടെ അടുത്തും മുംബൈയുടെ അടുത്ത് മാത്രമാണ് കാശ് അധികം ഇല്ലാതിരുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഏതാണ്ട് 2 കോടി 4 ലക്ഷം രൂപയെ മുംബൈയുടെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരുടെ അടുത്തും അത്യാവശ്യം പണം ഉണ്ടായിരുന്നു. 64 കോടി രൂപയായിട്ടാണ് ഇന്ന് KKR ഈ ലേലത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും ലേലം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് മഹേഷ്, നേരത്തെ നമ്മൾ 2 ചെറുപ്പക്കാരുടെ കഥകൾ പറഞ്ഞു. അതേപോലെയുള്ള ചെറുപ്പക്കാർ, അതായത് കഠിനാധ്വാനത്തിലൂടെ എത്തിയ ചെറുപ്പക്കാർ ഇത്തവണയും ഉണ്ട്, ലിസ്റ്റിലുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അതായത് ബോൾ വാങ്ങാൻ പോലും ചെറുപ്പത്തിലെ പൈസ ഇല്ലാത്ത ആളുകൾ പോലും ഇത്തവണ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ. നല്ല ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഇപ്പം നമ്മളെ കേരളത്തിൽ നിന്നാണെങ്കിൽ ജിക്കു ബ്രൈറ്റ് എന്ന് പറയുന്ന ഒരു താരം ഈ ലിസ്റ്റിലുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യ റൗണ്ടിൽ അദ്ദേഹം അൺസോൾഡ് ആണ്. അപ്പോൾ ജിക്കുവിന്റെ കഥ എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയുക പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. ഈ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. കാരണം അഭിമാനമാണ്. കാരണം ഒരു 2 വർഷം മുൻപ് വരെ ടെന്നീസ് ബോളിൽ മാത്രം കളിച്ചിരുന്ന 2-3 വർഷം മുൻപ് വരെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ മാത്രം കളിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പേസ് ബോളറായിരുന്നു. അതിന് ജിക്കുവിനെ അദ്ദേഹത്തിന്റെ കോച്ച് പരിശീലകൻ നിർബന്ധിച്ച് സ്പിൻ എറിയാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ കഴിഞ്ഞ തവണ മുംബൈയുടെ ക്യാമ്പിൽ പോവുകയും അവർക്കൊപ്പം 2 ദിവസം എന്ന് പറഞ്ഞ് ക്യാമ്പിൽ പോയതാണ്. പിന്നെ ജിക്കുവിനെ നേരെ കൂടെ കൂട്ടി ടീം അങ്ങ് സഞ്ചരിക്കുകയായിരുന്നു. ഇത്തവണ അദ്ദേഹം ഓപ്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ മുംബൈ അദ്ദേഹത്തെ എടുത്തിട്ടില്ല. കാരണം മുംബൈയുടെ ആ സ്ലോട്ട് ഫിനിഷായി. താരങ്ങളെ എടുക്കാനുള്ള മുഴുവൻ സ്ലോട്ടും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഫിനിഷ് ആയിട്ടുണ്ട്. മുംബൈ അദ്ദേഹത്തെ എടുത്തിട്ടില്ല. ഇനി എത്രമാത്രം സാധ്യതയുണ്ട് എന്നറിയില്ല. ആ സമയത്ത് ഇനിയിപ്പം അദ്ദേഹത്തിന്റെ പേര് വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ മലയാളി താരങ്ങളുടെ 1-2 ആളുകളുടെ പേര് കൂടി വരാനുള്ള സാധ്യത. ഇപ്പൊ KM ആസിഫിന്റെ പേര് അവിടെ അത് ഓപ്ഷണർ അത് അനൗൺസ് ചെയ്ത സമയത്ത് വലിയ കയ്യടി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ എടുത്തില്ല.